എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ജൂൺ 29-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വീടുകളിൽ നാളെ മുതൽ സജീവമാകും. 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. കേന്ദ്രവിഹിതം കുറച്ച് ലഭിച്ചിട്ടുള്ള ആളുകൾക്കുള്ള തുക ഉടനെ വിതരണം ചെയ്യും. അതിനുവേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു തുക സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാൻ അധികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യുന്നത്. പ്രവാസി മലയാളികൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയിച്ചു. 2026 ജനുവരി വരെ കേരള പ്രവാസി ക്ഷേമ ബോർഡിന് ലഭിച്ച നിരവധി പെൻഷൻ അപേക്ഷകളിൽ തീരുമാനം എടുക്കാതെയും പെൻഷൻ 1 മാസവും 2 മാസവും കുടിശ്ശിക വരുത്തിയുമാണ് കഴിഞ്ഞ സർക്കാർ ഭരണം അവസാനിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കാര്യവും സമാനമാണ്. കഴിഞ്ഞ സർക്കാർ മാർച്ചിനു മുമ്പ് മുഴുവൻ കുടിശ്ശിക, അതായത് 18 മാസത്തെ കുടിശ്ശിക മുഴുവൻ നൽകുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും കേവലം 2 മാസത്തെ പെൻഷൻ നൽകിക്കൊണ്ട് അത് അവസാനിപ്പിച്ചു. ഇപ്പോഴും 16 മാസത്തിലധികം കുടിശ്ശിക നിലനിൽക്കുകയാണ്. പ്രവാസി പെൻഷന് വേണ്ടി ലഭിച്ച അപേക്ഷകളിൽ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ലാത്തത് ആശങ്കയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി മലയാളികളുടെ സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും അവർക്കുള്ള ക്ഷേമ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. റേഷൻ അറിയിപ്പുകളാണ് ഇനി. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം 2 ദിവസത്തിനകം അവസാനിക്കുന്നതാണ്. ഇനിയും വാങ്ങാത്തവർ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 27-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള BPL റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നിലവിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സിറ്റിസൺ പോർട്ടൽ വഴിയും അപേക്ഷ നൽകാം. അടുത്ത മാസം 17-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഗ്യാസ് വില 1-ാം തീയതി പുതുക്കി നിശ്ചയിക്കും. വാണിജ്യ സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറിനും വില കുറഞ്ഞേക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. റെയിൽവേ നിയമങ്ങൾ ജൂലൈ 1 മുതൽ കർശനമാക്കും. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കുള്ള കുറഞ്ഞ പിഴ 250 നിന്നും 500 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോച്ച് മാറിക്കേറിയുള്ള യാത്ര, സംവരണ സീറ്റുകളിലും റിസർവ് ചെയ്യാതെ ബർത്തുകളും ഉപയോഗിക്കുന്നതിന് കർശനമായ പിഴയുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. ഡിജിറ്റൽ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 50,000 രൂപ വരെയുള്ള തട്ടിപ്പുകൾക്ക് പരമാവധി 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകും. 2027 ജനുവരി മുതൽ നഷ്ടപരിഹാരം നൽകുന്നത് പ്രാബല്യത്തിൽ വരുമെന്നും വിജ്ഞാപനത്തിലുണ്ട്. നഷ്ടപ്പെട്ട തുകയുടെ 85% അല്ലെങ്കിൽ 25,000 രൂപ, ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കും ലഭിക്കുക. തട്ടിപ്പ് നടത്തി 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ബാങ്കിന്റെ അന്വേഷണ റിപ്പോർട്ടിനും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും നഷ്ടപരിഹാരം നൽകുക. ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ബാങ്കുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കാനും RBI ലക്ഷ്യമിടുന്നുണ്ട്. സംശയാസ്പദമായ ഇടപാടുകൾ തിരിച്ചറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവ ഉപയോഗിക്കാനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തിക്കാനുള്ള മാനദണ്ഡങ്ങൾ വരുത്തുന്നതിനാണ് മാറ്റങ്ങൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത്. MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വൻതോതിൽ അനർഹർ ഉണ്ട്. ഇത് പരിശോധിക്കുന്നതിന് പുതിയ സംവിധാനം കൊണ്ടുവരും. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ താമസിക്കുന്ന ഒരാൾ തനിക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പട്ടികയിലെ അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ആവശ്യകത മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന കാരണത്താൽ നാട്ടിലുള്ള പ്രായമായ അമ്മയ്ക്ക് അർഹതപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത്
എങ്ങനെ ശരിയാവുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും മാനദണ്ഡങ്ങൾ രൂപീകരിക്കുക എന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി. പെൻഷൻ അനുവദിക്കുന്നതിന് തടസ്സമായുള്ള ഭൗതിക പരിശോധനയിലും ചില കാര്യങ്ങളിൽ മാറ്റം വന്നേക്കും. AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിലവിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നില്ല. എന്നാൽ അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വാഹനങ്ങൾ, വീടിന്റെ വലിപ്പം, ഇതിലെല്ലാം ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച ദിവസം ട്രഷറിയിൽ നിന്നും പണം മാറിയെടുത്തിട്ടുള്ള സർവീസ് സഹകരണ സംഘങ്ങളാണ് ഇപ്പോൾ വിതരണം നടത്തുന്നത്. അല്ലാത്ത സഹകരണ സംഘങ്ങൾ തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക. 3-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് വിതരണം ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ ജൂലൈ 1 മുതൽ വലിയ ചാർജ് ആകും. നിലവിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 1500 നിന്നും 2500 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1750 രൂപയും 60 പേജുള്ള പാസ്പോർട്ടിന് 3500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തൽക്കാൽ പാസ്പോർട്ടിന് 5000 രൂപയും കേടുവന്നതോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള പാസ്പോർട്ടുകൾക്ക് അതിലും കൂടിയ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ആരെങ്കിലും പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പുതുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുക. അത് കഴിഞ്ഞാൽ വലിയ തുക നൽകേണ്ടി വരും. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിൽ കാരണം പണയ സ്വർണത്തിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തുകയാണ് മിക്ക ദേശസാൽകൃത ബാങ്കുകളും. മറ്റു ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം ഉപഭോക്താക്കൾക്കായി ബാങ്ക് തുക ചെലവഴിച്ച് ടേക്ക് ഓവർ ചെയ്യുകയും പിന്നീട് ഈ ബാങ്കിലേക്ക് അത് പണയമായി മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് താൽക്കാലികമായി പല ബാങ്കുകളും നിർത്തിവച്ചിരിക്കുന്നത്. മറ്റു ബാങ്കുകളിലും പണമിടപാട് സ്ഥാപനങ്ങളിലും പണയം ഇരിക്കുന്ന സ്വർണം ഉപഭോക്താവ് നേരിട്ട് എടുത്ത് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുന്ന പദ്ധതി മാത്രമാണ് ഇപ്പോഴുള്ളത്. സ്വർണവില ഉയർന്നു നിൽക്കുന്ന സമയത്ത് അന്നത്തെ നിരക്കിന്റെ അടിസ്ഥാനത്തിലുള്ള തുകയാണ് പലപ്പോഴും വായ്പ എടുക്കാറുള്ളത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പരമാവധി തുക നൽകും എങ്കിലും പലിശ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വായ്പയെടുത്ത സമയത്തെ തുകയും അതിന്റെ പലിശയും ഉപഭോക്താവ് അടച്ചില്ല എങ്കിൽ അത് ബാങ്കുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മിക്കവാറും ബാങ്കുകളും ഗോൾഡ് ലോണും പലിശയും ചേർത്തുള്ള ടേക്ക് ഓവർ സംവിധാനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. കൂടുതൽ ബാങ്കുകളും വരും ദിവസങ്ങളിൽ ഈ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികമായി അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ഉയർന്ന പലിശയാണ് എങ്കിൽ പോലും കൂടുതൽ തുക ലഭിക്കും എന്ന് കണ്ടാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പലരും പണയം വെക്കുന്നത്. പലിശ ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യം വന്നാൽ സ്വർണം തിരിച്ചെടുക്കാൻ ഭീമമായ തുക നൽകേണ്ടി വരികയും ചെയ്യും. ഉദാഹരണത്തിന് 24% വാർഷിക പലിശയിൽ പണയം എടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവിടങ്ങളിൽ 1 ലക്ഷം രൂപക്ക് സ്വർണം വായ്പയെടുത്താൽ 1 വർഷത്തെ വായ്പ കാലാവധി കഴിയുമ്പോൾ 1,24,000 രൂപ അടയ്ക്കേണ്ടിയും വരും. ഇതിന് കഴിയാതെ വരുമ്പോഴാണ് കുറഞ്ഞ പലിശയിൽ വായ്പ നൽകുന്ന ദേശസാൽകൃത ബാങ്കുകളെ സാധാരണക്കാർ സമീപിച്ചിരുന്നത്. എന്നാൽ മിക്ക പൊതുമേഖലാ ബാങ്കുകളും ടേക്ക് ഓവർ സംവിധാനം പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിൽ വായ്പക്കായി ഈട് നൽകിയിട്ടുള്ള സ്വർണം ലേലത്തിൽ പോകുമെന്ന സ്ഥിതിയാണ് പലരെയും ആശങ്കപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഈ മാസം 9-ാം തീയതി തുടങ്ങിയ ട്രോളിംഗ് ജൂലൈ 31 വരെ നീണ്ടു നിൽക്കുകയാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ട്രോളിംഗ് നിരോധനത്തിലാണ്. ഈ ഒരു സമയത്ത് പഴയ മത്സ്യങ്ങൾ വിപണിയിൽ എത്തുന്നത് വ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ അടുത്തിടെയായി പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ മത്സ്യം വിപണിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കേടാവാതിരിക്കാൻ ഫോർമാലിൻ പോലുള്ള മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. പൂർണ്ണമായിട്ടും കാണുകയും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പഴകിയ മത്സ്യത്തിൽ നിന്നും ഭക്ഷ്യ വിഷബാധ ഉണ്ടായതിനെ തുടർന്ന് ജൂൺ 17-ാം തീയതി തിരുവനന്തപുരം ഉഴമലക്കലിൽ 25 പേർ ചികിത്സ തേടിയിരുന്നു.
കോഴിക്കോട് മത്സ്യമാർക്കറ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യാപകമായ മിന്നൽ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ടുണ്ട്. പഴകിയ മത്സ്യങ്ങൾ വിപണിയിൽ എത്തുന്നത് തടയുന്നതിനായിട്ടാണ് പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നും മത്സ്യം പിടിച്ചെടുക്കുന്നുമുണ്ട്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം കടത്താൻ ശ്രമിച്ച 2 ടൺ പഴകിയ മത്സ്യം അധികൃതർ പിടിച്ചെടുത്തിരുന്നു. നാഗർകോവിൽ നിന്നും തിരിച്ചയച്ച മത്സ്യമാണ് ഇതെന്നാണ് സംശയിക്കുന്നത്. ഈ ട്രോളിംഗ് സമയത്ത് മത്സ്യം വാങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനയും സൂക്ഷ്മതയും വരുത്തണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.